ഏകദേശം 70 വയസ്സുള്ള എൻ്റെ ഒരു ബന്ധുവിന് ഈ അടുത്തായിട്ട് ശ്വാസകോശത്തിൽ ക്യാൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലേക്കൊന്ന് നോക്കി. അവർ 10 മക്കളായിരുന്നു. ഇദ്ദേഹമാണ് ഏറ്റവും ഇളയത്. മൂത്തതായിട്ടുണ്ടായിരുന്ന 5 പേര്, അതായത് 5 പുരുഷന്മാർക്ക് പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുകിൽ ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് അവർ മരിച്ചത്. അതിൽ ഒരാൾക്ക് തൊണ്ടയിലെ ക്യാൻസർ ആയിരുന്നു, ഒരാൾക്ക് ശ്വാസകോശത്തിലായിരുന്നു, ഒരാൾക്ക് അന്നനാളത്തിലായിരുന്നു. മറ്റു 2 പേർക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഇദ്ദേഹമാണെങ്കിലോ ഒരു 15 വയസ്സ് മുതൽ തുടങ്ങിയ ബീഡി വലിയാണ്. ഒരു ദിവസം തന്നെ 5 പാക്കറ്റൊക്കെ വലിച്ചിരുന്നുത്രേ. അപ്പൊ ഈ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഈ ക്യാൻസർ പാരമ്പര്യമായിട്ട് വരണമെന്നില്ല. വരികയാണെങ്കിൽ തന്നെ ഒരു 10% താഴെ മാത്രമേ അങ്ങനെ പാരമ്പര്യമായിട്ട് ക്യാൻസർ വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് വരാം. അതായത് ടുബാക്കോ അസോസിയേറ്റഡ് ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറേ എണ്ണം ഉണ്ട്. അത് ഉള്ള ഫാമിലി ആണെങ്കിൽ പുകയില കുറേ കാലമൊന്നും ഉപയോഗിക്കണമെന്നില്ല. കുറച്ച് കാലം ഉപയോഗിച്ചാൽ തന്നെ ക്യാൻസർ ആവാം, ഹാർട്ട് അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ സ്ട്രോക്ക് ആവാം, അതുപോലെ രക്തക്കുഴലുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം. വരാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുകയില ആരും ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറോ മറ്റ് അസുഖങ്ങളോ ഒക്കെ വന്ന കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്.